ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മലയാളികൾ ഭാഷ പഠിക്കാൻ എക്സ്പേർട്സാണ്. പക്ഷേ എന്തോ നമ്മുടെ ഇംഗ്ലീഷ് ശരിക്കും ഉച്ചരിക്കുന്നുണ്ടോ? വരൂ എൻ്റെ കൂടെ അതറിയാൻ. L1 ഇൻ്റർഫിയറൻസ് എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ മലയാളം നമ്മുടെ ഭാഷ ആയതുകൊണ്ട് അതിന് ഒരു തടസ്സം വരുന്നു. ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ഉച്ചരിക്കാനും. ഇത് മലയാളികൾക്ക് ഒരു ബേസിക് പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുമ്പോൾ മംഗ്ലീഷാണെന്ന് പറയാറ്. അത് തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ റീസൺ ഇതാണ്: മലയാളം ലൈക്ക് മോസ്റ്റ് അതർ ലാംഗ്വേജസ് ഇസ് ഫെനറ്റിക്. അതായത് എങ്ങനെയാണോ അത് എഴുതിയിരിക്കുന്നത് അതേപോലെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, അത് ഉച്ചരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ സ്ട്രെസ് സിസ്റ്റം സിലബിൾ ടൈംഡ് ആണ്. സെക്ഷൻസ് ആയിട്ട് തന്നെ സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് മലയാളികൾക്ക് സ്പെല്ലിംഗ് പ്രൊനൗൺസിയേഷൻ എല്ലാത്തിനും ഈക്വലായിട്ടാണ് പോകുന്നത്. ഭാഷ പറയുന്നതും ഉച്ചരിക്കുന്നതും ഒരേപോലെയാണ്. അതേസമയത്ത് ഇംഗ്ലീഷിന് അങ്ങനെയല്ല. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് you have what you call the L1 interference or language transfer occurs when a learner's primary language influences his or her progress in the secondary language. ഇവിടെ നമുക്ക് സെക്കൻഡറി ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. L1 പ്രൈമറി ലാംഗ്വേജ്, അതായത് മലയാളം. L1 ഇൻ്റർഫിയറൻസ്, അതുകൊണ്ട് ആ ഒരു ചെറിയ ഇൻ്റർഫിയറൻസ് ഇവിടെ വരുന്നുണ്ട്. ആ ഇൻ്റർഫിയറൻസ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ, സൈലൻറ്റ് ലെറ്റേഴ്സ്. ഇംഗ്ലീഷിൽ ചില ലെറ്റേഴ്സൊക്കെ സൈലൻ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ADJOURN, അഡ്ജേൺ. അപ്പോൾ അഡ്ജേൺ എന്നല്ല, അഡ്ജേൺ. അപ്പോൾ അതേപോലെ ആ സൈലൻ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ഞാൻ ആ വാക്കുകളൊക്കെ പ്രൊനൗൺസ് ചെയ്യാം, എൻ്റെ കൂടെ പ്രൊനൗൺസ് ചെയ്യുക. അഡ്ജേൺ, അഡ്ജഡ്ജ്, adjudicate, badge, badger, bridge, bridgehead, budge, budget, cudgel, dodge, dredge. ഒന്നുകൂടി പറയാം: adjourn, adjudge, adjudicate, badge, badger, bridge, bridgehead, budge, budget, cudgel, dodge, dredge. അതേപോലെ ബി സൈലൻ്റ് ആണ് ചില വാക്കുകളിൽ. ബോംബ്, കോമ്പ് എന്നല്ല, ബോം, കോം, ക്രം, ക്രമി. അതേപോലെ ചില വാക്കുകൾ എച്ച് സൈലൻ്റ് ആണ്. annihilate, ഓണർ, ഓണസ്റ്റ്. പക്ഷെ നമ്മൾ മലയാളികൾ പൊതുവെ തെറ്റായിട്ടാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. annihilate എന്ന് പറയും, ഹോണർ എന്ന് പറയും, ഹോണസ്റ്റ് എന്ന് പറയും. അങ്ങനെയല്ല പറയുക. ഒന്നുകൂടി പ്രൊനൗൺസ് ചെയ്യാം: annihilate, ഓണർ, ഓണസ്റ്റ്. അതേപോലെ ടി സൈലൻ്റ് ആണ് ചില വാക്കുകളിൽ, ഇംഗ്ലീഷ് വാക്കുകളിൽ. ബാലേ, ക്രിസൻ, ക്രിസൻഡം, ക്രിസനിങ്, ഗൗമേ, മോഗിജ്. അല്ലാണ്ട് അത് ബാലറ്റ് അല്ലെങ്കിൽ ഗൂർമെറ്റ് എന്നല്ല പറയുക. പകരം ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക: ബാലേ, ക്രിസൻ, ക്രിസൻഡം, ക്രിസനിങ്, ഗൗമേ, മോഗിജ്. പിന്നെ ചില സ്ഥലങ്ങളിൽ കെ സൈലൻ്റ് ആണ്. വിറ്റൽ, വിറ്റൽ. അല്ലാണ്ട് വിക്ച്വൽ എന്നല്ല, വിറ്റൽ, വിറ്റൽ. ചില സ്ഥലത്ത് ജി സൈലൻ്റ് ആണ്. നമ്മൾ തെറ്റായിട്ട് പറയാമെന്ന് പോയിഗ്നൻ്റ് എന്ന് പറയും, വിഗ്നെറ്റ് എന്ന് പറയും. തെറ്റാണ്. പകരം പോയിനിയൻറ്റ്, പോയിനിയൻറ്റ്. അതേപോലെ വിനിയറ്റ്, വിനിയറ്റ്, പോയിനിയൻറ്റ്, വിനിയറ്റ്. ചില സ്ഥലങ്ങളിൽ പി സൈലൻ്റ് ആണ്. അപ്പോൾ കോപ്സ് എന്നല്ല പറയുക, കപ്പ് ബോർഡ് എന്നല്ല പറയുക, റിസീപ്റ്റ് എന്നല്ല പറയുക. പകരം കോർ, കൂ, കബഡ്, റിസീറ്റ്,
ഒന്നുകൂടി പ്രൊണൗൺസ് ചെയ്യാം. കോർ, കൂ, കബഡ്, റിസീറ്റ്. താങ്ക് യു.